സാറേ, മകൻ ഉമ്മയെ കൊല്ലുന്നു, കൊച്ചുമക്കൾ ഉമ്മുമ്മയെ കൊല്ലുന്നു, കാമുകി കാമുകനെ കൊല്ലുന്നു. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? അത് അതിന് രണ്ട് ദിവസത്തേക്ക് മുമ്പാണ് നമ്മുടെ ആലുവ ചേന്ദമംഗലത്തിനടുത്ത് ഒരു 27-കാരൻ തൊട്ടടുത്ത വീട്ടിൽ കയറി 3 പേരെ അടിച്ചു. ഞാൻ പറയാൻ വിട്ടുപോയത്, അത് വലിയ സമരം. ഒരു പ്രകോപനത്തിന്റെ ഒരാള് ഗുരുതരാവസ്ഥയിൽ കിടക്കുകയും. അതെ, അതും പട്ടാപ്പകൽ. അപ്പം ഈ മകൻ ഉമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, ഇതൊക്കെ നമ്മുടെ റെഗുലർ വാർത്തകളിലെ ഒരു ഇനമായി മാറിക്കഴിഞ്ഞു. കുറച്ചാൾ മുമ്പാണ് പാലക്കാട്ടുനിന്ന് ഒരു വാപ്പ മകനെ കൊന്നു. മകൻ കിടന്ന മുറിയിൽ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചു. അപ്പം ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പൊതു നടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾക്കെന്ന് പറഞ്ഞാൽ വലിയൊരു റോളുണ്ട്. മാധ്യമം, ഇന്ന് നമ്മൾ കാണുന്ന മാധ്യമ പ്രവർത്തനം ശരിക്കും മാധ്യമ പ്രവർത്തനം ഒന്നല്ല. കാണുന്നു, അത് വിളിച്ചു പറയുന്നു. ഇതിപ്പോൾ തന്നെ ചില പരസ്യങ്ങളൊക്കെ ഉണ്ടല്ലേ, സമൂഹത്തിലെ നേർക്കാഴ്ചയുടെ കണ്ണാടിയാണ്. കണ്ണാടി പിടുത്തമല്ല മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു തേർഡ് ഐ വ്യൂ ആണ്. നമ്മുടെ 2 കണ്ണുകൾ കൊണ്ടും കാണാൻ പറ്റാതെ അതിസൂക്ഷ്മമായി 3ാമതൊരു കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു തലത്തിൽ അത് കാര്യങ്ങളെ കാണുമ്പോഴാണ് ജനങ്ങളുടെ ബോധത്തിലേക്ക് ഒരു വിഷയത്തിനെ കൊണ്ടുവരാൻ കഴിയുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ജനങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെയാണ് ഒരു സോഷ്യൽ പ്രോസസ്സ്. അതാണ്. അതെ, അതിനെക്കുറിച്ച് ബോധവാന്മാരാകുകയും ക്രമേണ ജനങ്ങൾ ബോധ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും സർക്കാരിന് അതിന് ആ രീതിയിൽ ചിന്തിക്കേണ്ടി വരും. ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ചിന്തിക്കേണ്ടി വരും. സ്ഥാപനങ്ങൾ ചിന്തിക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ 10 വർഷം എടുത്ത് നോക്കുക, നമ്മുടെ ചിന്താഗതിയിൽ വന്ന മാറ്റങ്ങൾ കണ്ടില്ലേ? ഉദാഹരണത്തിന് ട്രാൻസ്ജെൻഡേഴ്സ് നേരത്തെ ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ സൊസൈറ്റിക്ക് അല്ല, മാറി വരും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് സോഷ്യൽ പ്രോസസ്സ് പോകേണ്ടത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളുടെ ഒരു ഇടപെടലും ഒക്കെ കൊണ്ട് തന്നെയാണ് അതുണ്ടായത്. അതിന് വേറെ ചില ലക്ഷ്യങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഉണ്ടാവാം. പക്ഷേ ഒരു സോഷ്യൽ പ്രോസസ്സ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അമ്മ ഈ കോഴഞ്ചേരിക്കടുത്ത് എൻ്റെ ഒരു 1-2 വർഷമായി ഒരമ്മ മകനെ ചിരവെടുത്ത് ഒറ്റയടിക്ക് കൊന്നു. അപ്പോൾ അവർ പ്രസവിച്ച് ഒരു 2 വർഷം ഈ അമ്മ തൻ്റെ ജീവിതം മലത്തിലും മൂത്രത്തിലും കിടന്ന് മകനായാലും മകളായാലും കൊടുത്തെങ്കിൽ മാത്രമേ എഴുതി നടക്കുന്ന അവസ്ഥ വരുത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ അവരിങ്ങനെ സ്നേഹമില്ലാതെ ഒന്നുമല്ല അവനെ വളർത്തിയത്. പക്ഷേ അവൻ വളർന്നു വലുതായ സമയത്ത് അവൻ വീട്ടിനും നാട്ടിനും സഹിക്കാൻ വയ്യാത്തവനായി ഒരു നിമിഷത്തിൽ അവരുടെ ക്ഷമ വിടുന്നു. അവർ ചിരവെടുക്കുന്നു, തലയ്ക്കടിക്കുന്നു, പയ്യൻ ചാവുന്നു. അതേപോലെ തന്നെ ചാത്തന്നൂരൊരു കൊച്ചു കുഞ്ഞിനെ ഭാര്യയുടെ കയ്യിൽ നിന്ന്, ഭാര്യയോടുള്ള ദേഷ്യത്തിന്, കൈക്കുഞ്ഞാണ്, ഭർത്താവ് വാങ്ങിച്ച് തലയ്ക്ക് കാലിൽ പിടിച്ചൊരൊറ്റയടി, അതിൻ്റെ കഥ കഴിയുന്നു. ഇതേ അവസ്ഥ ഒരു അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും, ഒരു യുവതിയായ അമ്മയുടെ ഭാഗത്തു നിന്നും. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ എന്തോ ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നതാണ്. നമ്മളുടെ ഇമോഷണൽ കൺട്രോൾ, ഇമോഷൻസ് അല്ല, വികാരങ്ങളുടെ പുറത്ത് മനുഷ്യന് യാതൊരു നിയന്ത്രണമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. ഈ സ്വാഭാവികമായിട്ട് ഇമോഷണൽ നിയന്ത്രണം ഇല്ലെങ്കിൽ മനസ്സ് പല സ്ഥലങ്ങളിലേക്കും വ്യാപരിച്ചു പോകും. മനസ്സിന് പലതര തോന്നലുകളും പരിഭ്രാന്തികളും വിഭ്രാന്തികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ മനുഷ്യനും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമെന്ന് പറയുന്നത് സുഖമാണ്. അതിന് ഏറ്റവും വലിയ യോഗിയാണെങ്കിലും താഴേക്കടലുള്ള മനുഷ്യനാണെങ്കിലും മനുഷ്യനാവശ്യമായ സാധനം സുഖമാണ്. അപ്പോൾ ഈ ഒരു തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോഴത്തേക്കാണ് ഈ പറഞ്ഞതുപോലെ കൊച്ചുകുട്ടികൾ, ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കും. എന്തുകൊണ്ടാണ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 10 വയസ്സുള്ള കുട്ടി ഒരു കുടുംബത്തിൽ ജീവിച്ചിട്ട്, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഒരു ഫാമിലി സിസ്റ്റത്തിൽ ജീവിച്ചിട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി അനുഭവിക്കുന്ന മാനസികമായ പീഡനങ്ങൾ, അതിന് കാരണമായ ഘടകങ്ങൾ, സ്വാഭാവികമായിട്ടും അതിൻ്റെ അമ്മ അസ്വസ്ഥയായിരിക്കും. അതിൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിലൊരു ശൈഥില്യം ഉണ്ടാവും. അതല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ ആ കുടുംബാംഗങ്ങളും തമ്മിലുള്ളൊരു ശൈഥില്യം ഉണ്ടാവും. സംഘർഷപൂരിതമായ ഒരു അന്തരീക്ഷത്തിൽ സ്നേഹം കിട്ടാതെ വരുന്ന ഒരവസ്ഥ. 10 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് സ്നേഹം കിട്ടേണ്ട ഒരു സമയമാണ്. അതെ.
സ്നേഹത്തിനകത്ത് പൊതിഞ്ഞിരിക്കേണ്ട ഒരു സമയമാണ്. അതിൽ നിന്നാണ് അവൻ്റെ സ്നേഹത്തിൻ്റെ, അവനാണെങ്കിലും അവളാണെങ്കിലും ഈ സ്നേഹത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിച്ച് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, സ്നേഹത്തിൻ്റെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാചകങ്ങളും വാക്യങ്ങളും കുറച്ച് കഴിഞ്ഞ് കവിത എഴുതേണ്ട അവസ്ഥയിലേക്ക് അവൻ പോകണം. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയാണ് ഈ 10 വയസ്സെന്ന് പറയുന്ന സമയം. അപ്പോൾ ഈ 10 വയസ്സിൽ അവന് ജീവിക്കാൻ പറ്റുന്നില്ല, അവന് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് കൂട്ടുകാർ, 7ാം ക്ലാസ്സുകാരൻ കൂട്ടുകാരൻ പറയുന്നു ഇതിനൊരു നല്ല മരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഉപയോഗിച്ച് നോക്കുന്നു, ഭയങ്കര രസം. അവന് സുഖത്തിന് വേണ്ടിയാണ്, 6ാം ക്ലാസ്സുകാരൻ ഇതിനു വേണ്ടിയാണ് ചെയ്യുന്ന സാധനം. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ സുഖം തേടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇത് നമ്മളുടെ മാധ്യമങ്ങൾ ഇതിലേക്ക് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ വിഷയം തന്നെയാണ്, കോഴിക്കോട് വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ചിക്കിങ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ഒരു ചിക്കൻ, അതിൻ്റെ ചിക്കനാണ് നോൺ വെജ് അല്ലേ, ചിക്കൻ ഏറ്റവും കൂടുതൽ ഫ്രൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്തൊരു പരസ്യം, ഒരു കുട്ടിയുടെ ബർത്ത്ഡേ സാഷെ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി, അച്ഛൻ സ്ഥലത്തില്ല, അച്ഛൻ പിന്നെ ഒരു ഡോക്ടറാണ്, വേറെ എവിടെ വർക്ക് ചെയ്യുന്നു. അമ്മയും ബന്ധുക്കളും കുട്ടികളും എല്ലാം കൂടെ കേക്ക് മുറിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. കൊച്ചു കുഞ്ഞാണ്. അപ്പോൾ സാഷ എന്ന് പറയുന്ന ആ പെൺകുട്ടി പെട്ടെന്ന് ശാഠ്യം പിടിക്കുകയാണ് ചെയ്യുന്നത്. ആ ശാഠ്യത്തിനകത്ത്, അതായത് എനിക്ക് ഇഷ്ടമുള്ള സാധനം വേണം, ഞാൻ ആവശ്യപ്പെട്ട സാധനം എവിടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ശാഠ്യം പിടിക്കുമ്പോഴത്തേക്കും ഈ കുട്ടിയുടെ അച്ഛൻ വിളിക്കുന്നു. എന്താ മോളെ പ്രശ്നം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ സാധനം കിട്ടിയില്ല എന്ന് പറയണം. ഉടനെ ഈ സാഷയുടെ അമ്മയുടെ വളരെ പരിഭവമുള്ള മുഖം, പെട്ടെന്നൊരു ബെല്ലടിക്കുന്നു. ബെല്ലടിച്ച് കഴിഞ്ഞ് കഥ തുറക്കുന്ന സമയത്ത് ചിക്കിങ്ങിൽ നിന്ന് ഒരു ഡെലിവറി പേഴ്സൺ വന്ന് നിൽക്കുന്നു. ഇത് കണ്ട ഉടനെ വാവ് എന്ന് പറഞ്ഞ് കുട്ടി വാങ്ങിക്കുന്നു. കുട്ടി സന്തോഷമാവുന്നു. അച്ഛൻ വിളിച്ചു ചോദിക്കുന്നു, ഇപ്പോൾ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്നു. അമ്മ ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ ഇത് സാധനം കഴിക്കുന്നു. ഈ കുട്ടിയിൽ, ഈ 5 or 6 വയസ്സായ കുട്ടിയിൽ നിക്ഷേപിക്കപ്പെടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വൈകാരികമായിട്ട് അത്രയും സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു കുട്ടി, അതിൻ്റെ അമ്മ, അച്ഛൻ, ബന്ധുക്കളെല്ലാം ഉണ്ട്. ഈ പറയുന്നത് പോലെ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ചിക്കിങ് എന്ന് പറയുന്ന അതിൻ്റെ പരസ്യം ഉണ്ടാക്കിയ വ്യക്തികൾ കണ്ടെത്തിയൊരു വഴിയാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ എടുത്തു പറയാൻ കാരണം, ഒരു ദമ്പതി, ഒരു വളരെ യങ്ങായിട്ടുള്ള കപ്പിൾസാണ്. അവരുടെ ഏതാണ്ട് ഈ പ്രായമുള്ള കുട്ടിയെ കുറിച്ചിട്ട് ഈ സാഷയുടെ കണക്ക് എവിടും കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ സാഷയെ നല്ല പരിചയമാണ്. അതെ. അപ്പോൾ ഞാനതൊന്നും വിട്ടില്ല, കാരണം അവർ വലിയ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഈ സാഷയുടെ അതേ കണക്ക് ഈ കുട്ടികൾ ഇങ്ങനെ ഇത് പറഞ്ഞെന്നും, പിന്നെ അവളുടെ അച്ഛനെ കൊണ്ട് ഇത് വാങ്ങിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 6 വയസ്സുള്ളൊരു കുട്ടിയുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന ആ ഒരു വൈകാരിക സംഗതികൾ എന്താണ്? വിചാരിക്കുന്ന കാര്യം സാധിച്ചില്ലെങ്കിൽ ദേഷ്യപ്പെടുക, കുപിതയാകുക, ബഹളം വയ്ക്കുക, എത്ര മനോഹരമായ അന്തരീക്ഷമാണെങ്കിലും അതിനെ നശിപ്പിക്കുക, അല്ലേ? ഹാപ്പി ബർത്ത്ഡേക്ക് വരുന്നു. അപ്പം മറ്റുള്ളവർ തനിക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തു തരിക എന്ന് പറയുന്ന 100,000, മനഃശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺഫിഡൻസിൽ ഉണ്ടാവില്ല. തൻ്റെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവർ പ്രവർത്തിക്കണം, ഞാൻ ആവശ്യപ്പെടുന്ന സംഗതികളുണ്ടെങ്കിൽ എനിക്ക് സുഖം കിട്ടുകയുള്ളൂ. ഇങ്ങനെയുള്ള 100 ഘടകങ്ങൾ ഈ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമമാണെങ്കിൽ, ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പം മാധ്യമങ്ങൾക്കൊന്നും എഡിറ്റേഴ്സ് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ പേരിനുള്ള സംഗതികളാണ്. അപ്പോൾ ഒരു മാധ്യമത്തിൽ വരുന്ന പരസ്യത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ആണെങ്കിൽ പോലും ഉത്തരവാദിത്വം എഡിറ്റർക്കാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എഡിറ്റർ എന്ന് പറയുന്ന വ്യക്തിക്ക് സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും, ഞാൻ ഈ പറഞ്ഞ ഒരു തേർഡ് ഐ വ്യൂ ഉണ്ടല്ലോ, ഒരു സൂക്ഷ്മമായ ദൃഷ്ടിയിലൂടെ കാണുകയും സാധാരണക്കാരൻ കാണാത്ത കാഴ്ചകൾ കാണുകയും ചെയ്യുമ്പോഴാണ് ഒരു എഡിറ്റർ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എഡിറ്റർ പറയുകയാണ്, ഇത്തരം പരസ്യം ഞാൻ എഡിറ്ററായിട്ടിരിക്കുന്ന ചാനലിലോ പത്രത്തിലോ കൊടുക്കാൻ ഉചിതമല്ല, അതുകൊണ്ടത് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാൻ ബാധ്യസ്ഥരാണ്. മനസ്സിലായല്ലോ? പക്ഷെ അങ്ങനെ പറയാൻ കഴിയുമോ എന്ന് അറിയാവുന്ന എഡിറ്റർമാർ പോലും ഒന്നുമില്ല. അപ്പോൾ ഇത് സമൂഹത്തിലേക്ക് വിടുന്ന, നമുക്ക് കാണുമ്പോൾ നമ്മളെല്ലാം ആസ്വദിക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ പലതവണ ഈ പരസ്യം കാണുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾ മാത്രമല്ല, നമ്മളും ഇത് ആസ്വദിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ, നേരത്തെ ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇത് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അതിനോട്, ഈ ആസ്വാദനത്തിനോടൊപ്പം ആ കുട്ടിയുടെ ഉള്ളിൽ ചെല്ലുന്ന സംഗതി ഇതാണ്,
അപ്പം ഇന്ന് മാധ്യമങ്ങളിലേക്ക് വരുന്ന നോക്കുക, ഒരു 52 വയസ്സായ സുബൈദ, അവരുടെ ഏക മകൻ, അതോ അവരാണെങ്കിൽ മസ്തിഷ്ക ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സാധാരണ ഒരു മകൻ, അത്ര സ്നേഹമില്ലെങ്കിൽ പോലും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന അമ്മ അല്ലെ ഉമ്മയ്ക്ക് സഹായം ചെയ്തു കൊടുക്കുകയും സഹായിക്കുകയും അവരോട് അത്യാവശ്യം അടുത്തുനിന്ന് പെരുമാറുകയും ചെയ്യേണ്ട സമയമാണ്. അതെ. പക്ഷെ അതിന് പകരം ഇവൻ മുൻകൂട്ടി തയ്യാറാക്കി അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വെട്ടുകത്തി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവരെ കൊല്ലാൻ തയ്യാറാവുന്നു. ഇവൻ ലഹരിക്ക് അടിമയായിട്ട് ഈ ലഹരി മുക്ത കേന്ദ്രത്തിൽ ബാംഗ്ലൂരിലൂടെ കുറച്ച് നാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത് നോക്കുക, ചാനലിലൊക്കെ വരുന്നുണ്ട്, ഇയാൾ അമ്മയുടെ അടുത്ത് വസ്തു ചോദിച്ചിരുന്നു, അതേപോലെ തന്നെ നേരത്തെയും പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ഇങ്ങനെ വളരെ നിസ്സാരമായ പോലീസ് പറയുന്ന, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസിന് ഈ വിഷയത്തിലേക്ക് അവർക്ക് കൃത്യമായ അന്വേഷണം റിപ്പോർട്ട് തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഇയാളുണ്ടാക്കിയിരുന്ന വിഷയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു മാധ്യമം അതിനകത്ത് നിന്ന് എടുക്കേണ്ട സംഗതി ഇയാൾ ഉമ്മയുടെ അടുത്തിട്ട് വസ്തുവകകൾ ചോദിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ പെരുമാറി, എന്തുകൊണ്ട് ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധം അവിടെ നഷ്ടമായി. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തയിലേക്ക് പോകുമ്പോഴാണ് ഈ സമാനമായ സംഭവങ്ങൾ എല്ലാം ഏതോ ചില പ്രത്യേക ഘടകങ്ങൾ കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നും ആ ഘടകത്തിലേക്ക് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത്. ഇതാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്നത്. അല്ല ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്ന് ഒളിക്യാമറ വയ്ക്കുകയും ആരുടെയെങ്കിലും രഹസ്യ ജീവിതം കണ്ടെത്തിയിട്ട് വന്ന് അത് വലിയ സംഭവമാക്കി മാറ്റുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് റേറ്റിംഗ് കിട്ടും, ആൾക്കാർ കാണുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ദാറ്റ്സ് നോട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. അപ്പോൾ ഈ ക്രൈമിനെ മാധ്യമങ്ങൾ ഒളിച്ചു കടത്തുകയാണ് എന്നാണോ സാർ പറയുന്നത്? ഒളിച്ചു കടത്തുക എന്ന് മാത്രമല്ല, അതിൻ്റെ ഈ വിത്ത് വിതരണങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. അതിസൂക്ഷ്മമായ വിത്ത് വിതരണങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ ഓരോ വാർത്തകളിലെയും സംഗതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള ഈ വിത്ത് വിതറലുകൾ നമുക്ക് കാണാൻ കഴിയും. പരസ്യം മാത്രമല്ല, വാർത്തകളിൽ പോലും. ഉദാഹരണത്തിന് ഈ മുഹമ്മദ് ആഷിഖ് എന്ന് പറഞ്ഞ 25 വയസ്സുകാരൻ, അയാൾ ഉമ്മയെ കൊല്ലാൻ കാരണം ഉമ്മ അവരുടെ പേരിലുള്ള വസ്തു എഴുതി കൊടുക്കാത്തതിൻ്റെ പേരിലാണ്. ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരികയാണ്, ഉമ്മയെ കൊല്ലാൻ കാരണം ഇതാണ്. അതേപോലെ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു, പ്രേമനൈരാശ്യത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. ഇതെല്ലാം ഓരോ കാരണം പെട്ടെന്ന് മീഡിയ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതല്ല. ഇപ്പം പ്രേമനൈരാശ്യം കൊണ്ടാണ് ഒരാളെ ഒരു യുവാവിനെയോ യുവതിയോ കൊല്ലുന്നത് അല്ല. അപ്പോൾ അതിന് ഉദാഹരണത്തിന് നമ്മുടെ ഈ ഗ്രീഷ്മയുടെ കേസ്, കാമുകനെ വിഷം കൊടുത്തിട്ട് അല്ലേ, കഷായത്തിൽ വിഷം കൊടുത്തിട്ട്, എന്നിട്ട് ആ ഗ്രീഷ്മ 24 വയസ്സ് ആ 24 വയസ്സുള്ള ഗ്രീഷ്മ ഇന്നലെ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയോട് പറഞ്ഞത്, ഞാൻ MA ഇംഗ്ലീഷിന് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായ വ്യക്തിയാണ്, അതുകൊണ്ട് തുടർന്നും പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ ശിക്ഷ ഇളവ് ചെയ്ത് തരണമെന്ന് പറയുന്നു. അപ്പോൾ അവിടെയാണെന്ന് കിടക്കുന്നത്. MA ഇംഗ്ലീഷ് ഡിസ്റ്റിങ്ഷനോട് കൂടി പാസ്സായ ഒരു പെൺകുട്ടി വളരെ ആസൂത്രിതമായ രീതിയിൽ കാമുകനെ കഷായത്തിൽ വിഷം കൊടുത്തു വന്നിരിക്കുന്നു. അപ്പോൾ ആ പ്ലാനിങ് നോക്കുക. കഷായം കൊടുക്കുന്നത്, ഒരു വ്യക്തി കഷായം കുടിക്കാൻ തയ്യാറാവുന്ന എന്തുകൊണ്ടായിരിക്കും? അവളോടുള്ളൊരു താല്പര്യം കൊണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ രോഗങ്ങളൊന്നും ഉണ്ടാവും, നിനക്ക് മരുന്ന് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുകയെ. അപ്പം മരുന്നിനകത്ത് വിഷം കയറ്റി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സ്ത്രീ പോകണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസവും വ്യക്തിയുടെ ആ ഒരു നവീകരണം തമ്മിലുള്ള ബന്ധം കിടക്കുന്നത്. കേരളത്തിൽ വ്യക്തിയും വിദ്യാഭ്യാസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇന്ന് കേരളത്തിലെ അഴിമതി എടുത്തു നോക്കുക. ഇന്ന് ഏറ്റവും വലിയ അഴിമതി നടത്തിയിട്ടുള്ള ഇവിടെ ഏറ്റവും കൂടുതൽ, ഉദാഹരണത്തിന് സിവിൽ സർവീസിലുള്ളവർ, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ഇപ്പം നമ്മൾ കാണുന്നില്ലേ പഠിക്കുന്നത് അല്ലേ? അപ്പോൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടിയവരാണ് ഏറ്റവും കൂടുതൽ ക്രൈമിൽ ഏർപ്പെടുന്നത് ഇന്ന് കേരള സൊസൈറ്റിയിൽ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമല്ലേ? വിദ്യാഭ്യാസം നൽകുന്ന രീതിയുടെ പ്രശ്നമാണോ? വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണോ? ഇവിടെയൊക്കെയാണ് പഠനങ്ങൾ ആവശ്യമായി വരുന്നത് അല്ലേ? അപ്പോൾ ഉദാഹരണത്തിന് MA ഇംഗ്ലീഷ് ഡിസ്റ്റിങ്ഷനോട് പാസ്സാവുന്ന ഒരു വിദ്യാർത്ഥിക്ക് സ്വാഭാവികമായിട്ടും ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് പഠിക്കാതെ കടന്നു പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് ഒരു പിശാചിനെ പോലുള്ള ഒരു സ്ത്രീ, ഒരു കഥാപാത്രമായിട്ടാണ് ലേഡി മാക്ബത്തിനെ അവതരിക്കുന്നത്. ആ ലേഡി മാക്ബത്ത് പോലും അവസാനം ഈ കുറ്റബോധം വന്നിട്ട് അവർ ചെയ്ത തെറ്റിനെ ഓർത്തിട്ട്
ഉറങ്ങാൻ പറ്റാതെ സ്വംനാംബുലിസം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അതെ. അപ്പോൾ ആ ഒരു സ്വാധീനം പോലും ഒരു ഡ്രാമ പഠിക്കുമ്പോൾ ആ ഡ്രാമ എങ്ങനെയാണ് അതിലൊരു കഥാപാത്രം ഇതിലൂടെ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലും മനസ്സിലാക്കാതെ ഒരു വിദ്യാർത്ഥിക്ക് ആ പരീക്ഷയിൽ എഴുതി ഡിസ്റ്റിങ്ഷൻ വാങ്ങാമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കുള്ള എഡ്യൂക്കേഷൻ മാറിയിരിക്കുന്നു. അപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ പാളിച്ച, അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അത് ഏത് തലത്തിലാണ് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അത് രീതിയിലാണോ? ഇപ്പോൾ നമ്മുടെ രീതി, ഈ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മുഖ്യ ഘടകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു രീതിശാസ്ത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്ന സ്ഥിതിക്ക് ഒന്നും ഓർമ്മ വെച്ച് പഠിക്കേണ്ട, അല്ലെങ്കിൽ പഴയതുപോലെ കാണാതെ പഠിച്ച് ആവർത്തിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അതെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സൊസൈറ്റി ചിന്തിക്കേണ്ട സമയമാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഗ്രീഷ്മ പറഞ്ഞ ഈ ഒരു സംഗതി ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതല്ലേ? അതെ. MA ഇംഗ്ലീഷ് ഡിസിഷൻ പാസ്സായിട്ടുള്ളൊരു വ്യക്തി ഈ രീതിയിൽ ലേഡി മാക്ബത്തിനേക്കാൾ, കാര്യം അവർ പോലും സ്വയം ചെയ്യുന്നില്ല, മാക്ബത്തിനെ പ്രലോഭിപ്പിച്ച് മാക്ബത്തിനെ കൊണ്ടാണ് ഡങ്കണിനെ കൊല്ലുന്നത്. അതെ, അല്ലേ? ഇത് നേരിട്ട് ചെയ്യുകയാണ്. അതും എത്ര നാളത്തെ പ്ലാനിങ് ആയിരിക്കും. അതെ. അപ്പൊ അവള് പഠിച്ച ഈ ടെക്നോളജിയെ അവളൊരു ദുഷ്ടകൃത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലേ? അപ്പോൾ ഈ ഒരു ഘടകം കേരള സൊസൈറ്റിയിൽ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ സാഷയുടെ കാര്യത്തിലാണെങ്കിലും, സാഷയുടെ കാര്യത്തിൽ ഇതിൻ്റെ ചെറിയ അംശമാണ് കാണുന്നത്. ഇതിൻ്റെ ചെറിയ വിത്തുകളുടെ, ഇപ്പം ഇത് വിത്തിൽ നിന്നാണല്ലോ വൃക്ഷം ഉണ്ടാകുന്നത്. അതെ. ഈ ഗ്രീഷ്മയൊക്കെ വൃക്ഷങ്ങളാണ്. അപ്പോൾ ഇത് കുട്ടികളെ മാത്രമല്ല, മുതിർന്നവരിലുണ്ട്. മുതിർന്നവരിലെ ഈ ക്ഷമാശീലം, അതല്ലെങ്കിൽ അവരുടെ ഈ ഒരു ടോളറൻസ് എന്ന് പറയുന്നത് ശരിയല്ല. ക്ഷമയ്ക്ക് ടോളറൻസ് നമ്മൾ ഇപ്പോൾ എല്ലാത്തിനും നമ്മൾ ഇംഗ്ലീഷിലൂടെ മലയാള അർത്ഥം പറഞ്ഞ് ശീലിച്ചൊരു സ്വഭാവമുണ്ട്. ഈ ക്ഷമയും ടോളറൻസും രണ്ടും വ്യത്യസ്തമാണ്. ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കാണിക്കുന്ന വൃത്തിയിലാണ്, നിന്നെ അടിക്കേണ്ട കേസാണ്, പക്ഷെ ഞാൻ അടിക്കുന്നില്ല, സഹിക്കുകയാണ് നിന്നെ. ഇതാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ക്ഷമയെന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ്. അതായത് ഒരു അറിവിൽ നിന്നുണ്ടാവുന്ന ഒരു 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 പ്രതിഫലനമാണ് ക്ഷമയെന്ന് പറയുന്ന സാധനം. എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അയാളൊരു ഏത് അറിവില്ലായ്മയുടെ തലത്തിൽ നിൽക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അവിടെ അറിവ് വരുന്ന സാധനം. ആ അറിവിൽ നിന്നാണ് ക്ഷമ വരുന്നത്, ടോളറൻസ് എന്നല്ല. ഇപ്പം നമ്മൾ വലിയ നേതാക്കന്മാർ, വലിയ വലിയ കക്ഷികളൊക്കെ റിലീജിയസ് ടോളറൻസ് വേണമെന്ന്. ഏറ്റവും വലിയ അബ്സർഡിറ്റി അല്ലേ റിലീജിയസ് ടോളറൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? മറ്റ് റിലീജിയൻ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പോലും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ഓരോ വ്യക്തിയെയും സ്വാധീനിക്കുകയും ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് വ്യക്തികളെ പരുവപ്പെടുത്തുന്നതിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പബ്ലിക് ഡിസ്കോഴ്സിൽ മുഴുവൻ എടുത്ത് നോക്കിയാൽ നമുക്കിത് കാണാൻ പറ്റും. നമ്മുടെ ഒരു ദിവസത്തെ ചർച്ച തന്നെ മതി ഇത്തരത്തിലുള്ള മനോരോഗികളെ എത്ര ആയിരക്കണക്കിന് ഗുണമെങ്കിലും നിർമ്മിക്കാൻ പര്യാപ്തമാണ്. അപ്പോൾ എന്തായാലും ഈ മാധ്യമങ്ങളുടെ ഒളിച്ചു കടത്തിനെ കുറിച്ച് ഇനിയും കൂടുതൽ ചർച്ചകൾ ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.